അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ കുടിയേറ്റ നയങ്ങളെ ചൊല്ലി വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇതിനിടയിൽ ജോർജിയയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗമായ മാർജോറി ടെയ്ലർ ഗ്രീൻ ഒരു പുതിയ നിയമനിർമ്മാണത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025 നവംബർ 13 അവർ ഈ പ്രഖ്യാപനം നടത്തിയത്. ഈ നിയമം വഴി അമേരിക്കയിലെ H-1B വിസ പ്രോഗ്രാം പൂർണ്ണമായും നിർത്തലാക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത്. ഈ വിസ പ്രോഗ്രാം വർഷങ്ങളായി തട്ടിപ്പും ദുരുപയോഗം നിറഞ്ഞതാണെന്നും അമേരിക്കൻ തൊഴിലാളികളുടെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നു എന്നുമാണ് അവർ ആരോപിക്കുന്നത്. ഈ നീക്കം റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന കുടിയേറ്റ നയങ്ങളിലെ ഭിന്നതകൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ്. ഇതിനിടയിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് H-1B വിസ പ്രോഗ്രാമിനെ അനുകൂലിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുള്ളത്. മാർജോറി ടെയ്ലർ ഗ്രീൻ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ലിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ബില്ല് H-1B വിസ പ്രോഗ്രാം എല്ലാ മേഖലകളിലും, അതായത് ടെക്നോളജി, ആരോഗ്യ മേഖല, എഞ്ചിനീയറിംഗ്, നിർമ്മാണ മേഖല എന്നിവിടങ്ങളിൽ പൂർണ്ണമായും ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതായത് ഈ വിസ ഇനി അമേരിക്കയിൽ ലഭിക്കില്ല. എന്നാൽ ഒരു ചെറിയ ഇളവ് ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയ മെഡിക്കൽ രംഗത്തുള്ളവർക്ക് വേണ്ടി വർഷം 10,000 വിസകൾ അനുവദിക്കും. എന്നാൽ ഈ ഇളവും 10 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും നിർത്തലാക്കും. അമേരിക്കയിൽ തന്നെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒരു വലിയ നിരയെ വളർത്തിയെടുക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. H-1B വിസ വഴി അമേരിക്കയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരതാമസത്തിനും പൗരത്വത്തിനും അപേക്ഷിക്കാനുള്ള വഴികൾ ഈ ബില്ല് പൂർണ്ണമായും ഇല്ലാതാക്കും. നിലവിൽ H-1B വിസയുള്ളവർക്ക് അവരുടെ തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പോടെ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാം. ഗ്രീൻ കാർഡ് ലഭിച്ചതിന് ശേഷം 5 വർഷം കഴിഞ്ഞ് അമേരിക്കൻ പൗരത്വത്തിനും അപേക്ഷിക്കാം. എന്നാൽ ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള ഈ പുതിയ ബില്ല് വഴി ഇല്ലാതാകും. വിസ കാലാവധി കഴിയുമ്പോൾ അവർ അവരുടെ നാട്ടിലേക്ക് തിരികെ പോകേണ്ടി വരും. മെഡിക്കൽ രംഗത്തും ചില നിയന്ത്രണങ്ങൾ ഈ ബില്ല് കൊണ്ടുവരുന്നുണ്ട്. മെഡിക്കെയർ ഫണ്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന റെസിഡൻസി പ്രോഗ്രാമുകളിൽ വിദേശ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നത് നിരോധിക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. 2024 9,000-ലധികം അമേരിക്കൻ മെഡിക്കൽ ബിരുദധാരികൾക്ക് റെസിഡൻസിക്ക് അവസരം ലഭിച്ചില്ലെന്നും എന്നാൽ 2023 5,000-ലധികം വിദേശ ഡോക്ടർമാർക്ക് റെസിഡൻസി ലഭിച്ചുവെന്നും ഗ്രീൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്കൻ ഡോക്ടർമാർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനാണ് ഈ നീക്കം. ഈ നിയമനിർമ്മാണത്തിൻ്റെ പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ഗ്രീൻ വിശദീകരിക്കുന്നുണ്ട്. ബിഗ് ടെക്, AI കമ്പനികൾ, ആശുപത്രികൾ, മറ്റ് പല വ്യവസായങ്ങളും നമ്മുടെ ആളുകളെ ഒഴിവാക്കി ലാഭം നേടാൻ H-1B സംവിധാനം ദുരുപയോഗം ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്ന തത്വത്തിൽ ഊന്നിയാണ് അവർ സംസാരിച്ചത്. അമേരിക്കൻ ജനങ്ങളാണ് ഏറ്റവും കഴിവുള്ളവർ. എനിക്ക് അവരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ അമേരിക്കക്കാരെ മാത്രമേ സേവിക്കൂ. ഞാൻ എപ്പോഴും അമേരിക്കക്കാർക്ക് മുൻഗണന നൽകും എന്നും ഗ്രീൻ കൂട്ടിച്ചേർത്തു. H-1B വിസയുടെ യഥാർത്ഥ ഉദ്ദേശം താൽക്കാലികമായി ചില ജോലികൾക്ക് ആവശ്യമായ വിദഗ്ധരെ കണ്ടെത്തുക എന്നതായിരുന്നു എന്നും അല്ലാതെ ആളുകൾക്ക് ഇവിടെ സ്ഥിരമായി താമസിക്കാനുള്ള വഴിയൊരുക്കുക എന്നതല്ല എന്നും അവർ പറയുന്നു. H-1B വിസ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യൻ വംശജരാണ്. ഏകദേശം 70%-ലധികം H-1B വിസകളും ഇന്ത്യക്കാർക്കാണ് ലഭിക്കുന്നത്. 2024 സാമ്പത്തിക വർഷത്തിൽ 2,83,397 ഇന്ത്യൻ പൗരന്മാർക്ക് H-1B വിസ ലഭിച്ചു. ചൈനീസ് പൗരന്മാർക്ക് 46,680 വിസകളാണ് ലഭിച്ചത്. ഗ്രീനിൻ്റെ ബിൽ പാസ്സായാൽ ഇത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ ടെക് ജീവനക്കാരെയും പ്രൊഫഷണലുകളെയും സാരമായി ബാധിക്കും. അമേരിക്കയിൽ ജോലി ചെയ്യാനും പിന്നീട് സ്ഥിരതാമസം നേടാനും അവർ ആശ്രയിക്കുന്ന പ്രധാന മാർഗമാണിത്. ഇതിന് സമാനമായ മറ്റ് ചില നിയമനിർമ്മാണ നിർദ്ദേശങ്ങളും വരുന്നുണ്ട്. ടെക്സസിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗമായ ചിപ്പ് റോയ് പോസ് ആക്ട് എന്ന പേരിൽ ഒരു ബില്ല് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ബിൽ ചില ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ എല്ലാത്തരം കുടിയേറ്റങ്ങളെയും പൂർണ്ണമായും നിർത്തലാക്കാൻ ആവശ്യപ്പെടുന്നതാണ്. കുടുംബ ബന്ധങ്ങളിലൂടെയുള്ള കുടിയേറ്റം പരിഷ്കരിക്കുക, H-1B വിസകൾ അവസാനിപ്പിക്കുക, ജനനത്തിലൂടെയുള്ള പൗരത്വം അവസാനിപ്പിക്കുക, ഷറിയ നിയമങ്ങൾ പാലിക്കുന്നവരെ മാത്രം കുടിയേറ്റത്തിനായി പരിഗണിക്കുക തുടങ്ങിയവയാണ് ഈ ലക്ഷ്യങ്ങൾ. അതേസമയം സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റി ചെയർമാൻ ചക്ക് ഗ്രാസ്ലിയും റാങ്കിംഗ് അംഗം ഡിക് ഡാർബിനും ചേർന്ന് H-1B L-1 വിസ പ്രോഗ്രാമുകൾ പരിഷ്കരിക്കാനുള്ള ഒരു ബില്ല് 2025 സെപ്റ്റംബർ 29 അവതരിപ്പിച്ചിരുന്നു. ഈ ബിൽ കർശനമായ ശമ്പള മാനദണ്ഡങ്ങൾ, പുതിയ നിയമനിർമ്മാണ രീതികൾ, സർക്കാർ നിരീക്ഷണം എന്നിവ വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ ബിൽ പ്രോഗ്രാമുകൾ പൂർണ്ണമായും നിർത്തലാക്കാൻ ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ട്രംപിൻ്റെ നിലപാട് ആശയക്കുഴപ്പമുണ്ടാക്കുന്നുമുണ്ട്. മാർജോറി ടെയ്ലർ ഗ്രീനിൻ്റെ ബിൽ വരുന്നതിന് തൊട്ടു മുമ്പ് ഡൊണാൾഡ് ട്രംപ് H-1B വിസ പ്രോഗ്രാമിനെ അനുകൂലിച്ച് സംസാരിച്ചത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ലോറ ഇൻഗ്രാഹാം നടത്തിയ ഒരു അഭിമുഖത്തിൽ H-1B വിസകൾ കുറയ്ക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ യോജിക്കുന്നു, എന്നാൽ നിങ്ങൾ പ്രതിഭകളെ കൊണ്ടുവരികയും വേണം. ഇതിന് മറുപടിയായി ഇൻഗ്രാഹാം നമ്മുടെ നാട്ടിൽ ധാരാളം കഴിവുള്ള ആളുകളുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് ശക്തമായി പ്രതികരിച്ചിരുന്നു. ഇല്ല, നിങ്ങൾക്ക് ചില കഴിവുകളില്ല, ആളുകൾ പഠിക്കേണ്ടതുണ്ട് എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. ട്രംപിൻ്റെ ഈ
വാക്കുകൾ അദ്ദേഹത്തിന്റെ സ്വന്തം അനുയായികളിൽ നിന്ന് വലിയ വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. അമേരിക്ക ഫസ്റ്റ് എന്ന നിലപാടിനെ ട്രംപ് ഒറ്റിക്കൊടുക്കുകയാണെന്നാണ് പലരും ആരോപിക്കുന്നത്. വിദഗ്ധരായ വിദേശ തൊഴിലാളികളെ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. അമേരിക്കൻ തൊഴിലാളികൾക്ക് പരിശീലനം നൽകാൻ 3, 5, 7 വർഷം എടുക്കും. അതിനുശേഷം അവർക്ക് തിരികെ പോകാം എന്നാണ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ട്രംപിന്റെ പ്രതികരണത്തിൽ വിശദീകരണം നൽകിയത്. ട്രംപ് ഭരണകൂടത്തിന്റെ മുൻകാല നടപടികൾ നോക്കുമ്പോൾ 2025 സെപ്റ്റംബറിൽ ട്രംപ് ഒരു പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചിരുന്നു. ഇതിലൂടെ പുതിയ H-1B വിസ അപേക്ഷകൾക്ക് പ്രതിവർഷം $1,00,000 ഫീസ് ഏർപ്പെടുത്തി. ഇത് മുൻപ് ഏകദേശം $1,500 ആയിരുന്ന ഫീസിൽ നിന്നുള്ള വലിയ വർധനവായിരുന്നു. 2025 സെപ്റ്റംബർ 21 ശേഷം അമേരിക്കയ്ക്ക് പുറത്തുള്ള വിദേശ പൗരന്മാർ സമർപ്പിക്കുന്ന H-1B അപേക്ഷകൾക്കാണ് ഈ ഫീസ് ബാധകമാകുന്നത്. കൂടാതെ തൊഴിൽ വകുപ്പ് വഴി പ്രൊജക്ട് ഫയർവാൾ എന്ന പേരിൽ H-1B വിസ പ്രോഗ്രാമിലെ ദുരുപയോഗങ്ങളെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. 2025 നവംബർ ആയപ്പോഴേക്കും 175 അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിലവിലെ H-1B പ്രോഗ്രാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. അമേരിക്ക പ്രതിവർഷം 65,000 സാധാരണ H-1B വിസകളും അമേരിക്കൻ ബിരുദമുള്ളവർക്ക് വേണ്ടി അധികമായി 20,000 വിസകളുമാണ് നൽകുന്നത്. ടെക്നോളജി കമ്പനികളാണ് ഈ വിസകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ആമസോൺ, മൈക്രോസോഫ്റ്റ്, മെറ്റ, ആപ്പിൾ തുടങ്ങിയ കമ്പനികൾ ഇതിൽ മുന്നിലാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് പോലുള്ള ഇന്ത്യൻ IT സേവന ദാതാക്കളും വർഷം തോറും ആയിരക്കണക്കിന് H-1B തൊഴിലാളികൾക്ക് സ്പോൺസർഷിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ സമീപ വർഷങ്ങളിൽ ഈ പ്രോഗ്രാമിനെ ആശ്രയിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബിൽ പാസ്സാക്കാനുള്ള സാധ്യത എത്രത്തോളമാണെന്ന് നോക്കാം. ഗ്രീനിന്റെ ബിൽ ഒരു പ്രധാന നയപരമായ നിർദ്ദേശമാണെങ്കിലും ഇത് ഇരു സഭകളും പാസ്സാകാനും പ്രസിഡന്റിന്റെ അംഗീകാരം നേടാനും സാധ്യത കുറവാണ്. ബിസിനസ് ഗ്രൂപ്പുകൾ, ടെക് കമ്പനികൾ, ആരോഗ്യ സംഘടനകൾ, വിദഗ്ധ തൊഴിലാളികൾക്ക് നിയമപരമായ കുടിയേറ്റ മാർഗങ്ങൾ നിർത്തലാക്കാൻ ആഗ്രഹിക്കുന്ന ഡെമോക്രാറ്റുകൾ എന്നിവരിൽ നിന്നെല്ലാം ഇതിന് എതിർപ്പ് നേരിടേണ്ടി വരും. റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ പോലും H-1B പരിഷ്കരണത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചിലർ പൂർണ്ണമായും നിർത്തലാക്കാൻ ആവശ്യപ്പെടുമ്പോൾ മറ്റു ചിലർ ദുരുപയോഗങ്ങൾ പരിഹരിച്ച് പ്രോഗ്രാം നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത്. ഗ്രീനിന്റെ ബില്ലും മറ്റ് കുടിയേറ്റ ബില്ലുകളും സംബന്ധിച്ച ചർച്ചകൾ വരും മാസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് വിദേശ തൊഴിലാളികളെ, പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രൊഫഷണലുകളെ സാരമായി ബാധിക്കും. അമേരിക്കയിൽ ജോലി ചെയ്യാനോ വരാനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയ വെല്ലുവിളിയാകും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.